കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നു മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. MCO 004 എൻവിറോൺമെന്റ് MCOMില് എൻവിറോൺമെന്റൽ ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്ന പേപ്പറിന്റെ മുൻകാല ചോദ്യ പേപ്പറിനെ അനലൈസ് ചെയ്യുന്ന സെഷനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നടത്തി വരുന്ന എക്സാംസിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ബേസിക് ആയിട്ട് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ്, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും കൂടാതെ പാറ്റേൺ ചേഞ്ചും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡോക്യുമെന്റ് റോഡ് മാപ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ആണ്. നമുക്കറിയാം, നമുക്ക് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഏതാണ്, സബ് തീംസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അനലൈസ് ചെയ്യുന്നത് എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യാണ്. ഓരോ പ്രാവശ്യവും എക്സാം പാറ്റേണിലും അതിൻ്റെതായ ചേഞ്ചസ് വരുന്നുണ്ട്. 20 മാർക്കിന്റെ 10 മാർക്കിന്റെ 5 മാർക്കിന്റെ ഒക്കെ ഷോർട്ടേജസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം. പിന്നെ നമുക്ക് റിക്കവറിങ് ക്വസ്റ്റ്യൻസ്, ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടുത്ത കാലത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്താൽ ഒരേ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കാണാം. അത് നമ്മളിവിടെ സ്ട്രെസ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ പ്രോബബിലിറ്റി, ഇനി വരാൻ സാധ്യതയുള്ളത് December 2025 എക്സാംസിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളായി നമ്മൾ PYQ ചെയ്യുന്ന ഒരു ലേൺവൈസിൽ. അപ്പൊ അതിന്റെ നമ്മൾ ഈ ഒരു PYQന്റെ ഏറ്റവും അവസാനത്തെ പോർഷൻസിൽ നമ്മളൊരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. മോസ്റ്റ്ലി ആ ക്വസ്റ്റ്യൻസിൽ നിന്നും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ മോഡൽ ആൻസേഴ്സ്, ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 20 മാർക്കിന്റെ 10 മാർക്കിന്റെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എങ്ങനെ എഴുതണം, എന്തുമാത്രം വേർഡ്സിൽ അതിൽ ഉൾക്കൊള്ളിക്കണമെന്ന് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായി ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും, അതേപോലെ തന്നെ നമ്മൾ പഠിക്കുക, നമ്മൾ ഈ ഒരു PYQ കണ്ടിട്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ സിലബസ് മാപ്പിങ്ങിനകത്ത് ബ്ലോക്ക് വൈസ് ആണ് നോക്കുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് 19 തവണ നമുക്ക് ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ 19 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡയമെൻഷൻ ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1. അതേപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 സോഷ്യൽ കൾച്ചർ എൻവിറോൺമെന്റും അത് അധികം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. നമ്മളിവിടെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. അത് എത്ര തവണ പരീക്ഷയ്ക്ക് വന്നു എന്നാണ്. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 2 സോഷ്യൽ കൾച്ചർ എൻവിറോൺമെന്റ് അധികം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്, അതൊരു 7 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ്, സ്ട്രെസ് ചെയ്ത് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ് കമ്പൽസറി ആയിട്ട് നോക്കേണ്ടതാണ്. 21 പ്രാവശ്യവും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 റെഗുലേറ്ററി പോളിസീസ് ആൻഡ് ഫ്രെയിംവർക്ക് 1 പ്രാവശ്യം. ബ്ലോക്ക് 2 യൂണിറ്റ് 6 കോർപ്പറേറ്റ് ലോ പാർട്ട് 1 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 കോർപ്പറേറ്റ് ലോ പാർട്ട് 2 2 പ്രാവശ്യം. ബ്ലോക്ക് 2 യൂണിറ്റ് 8 ലേബർ രജിസ്ട്രേഷൻസ്, അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല. ബ്ലോക്ക് 3 യൂണിറ്റ് 9 ഫിനാൻഷ്യൽ മാർക്കറ്റ് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 ക്യാപിറ്റൽ മാർക്കറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ് പോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അടുത്തത് ബ്ലോക്ക് 3 യൂണിറ്റ് 11 റെഗുലേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് 7 പ്രാവശ്യം. അതേപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 12 ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് 5 പ്രാവശ്യം. ബ്ലോക്ക് 3 യൂണിറ്റ് 11 സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി 3 പ്രാവശ്യം. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ഇക്കണോമിക് പ്ലാനിംഗ് 16 പ്രാവശ്യം. അതേപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 15 ഇക്കോണമിക് പോളിസി 18 പ്രാവശ്യം. ബ്ലോക്ക് 4 യൂണിറ്റ് 16 സോഷ്യൽ
സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് 8 പ്രാവശ്യം. ബ്ലോക്ക് 4 യൂണിറ്റ് 17 ഇക്കണോമിക് റീഫോംസ് 19 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്തതായി ബ്ലോക്ക് 5 യൂണിറ്റ് 18 ബാലൻസ് ഓഫ് പേയ്മെന്റ് ബി ഒ പി നമ്മൾ അധികം കണ്ടിട്ടുണ്ട്. എസ് എ ടൈപ്പിൽ അല്ല എങ്കിൽ പോലും ഷോർട്ട് നോട്ട്സിൽ നമ്മൾ അങ്ങനെ കണ്ടുവരും. ഈ അടുത്തിടയ്ക്കുള്ള എക്സാംസിലൊക്കെ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബി.ഒ.പി. നമ്മൾ നോക്കാം. ഇപ്പൊ ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞാലും 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. റീസെന്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സ്കിപ്പ് ചെയ്യാണ്ട് ആ ഒരു ടോപ്പിക് കൂടെ നമ്മൾ നോക്കുക. ബ്ലോക്ക് 5 യൂണിറ്റ് 19 ഗ്ലോബലൈസേഷൻ ആൻഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 5 യൂണിറ്റ് 20 ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കൊളാബറേഷൻ 3 പ്രാവശ്യം. ബ്ലോക്ക് 5 യൂണിറ്റ് 21 ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ് 21 പ്രാവശ്യം. കുറച്ച് പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ്, ടെക്നോളജിക്കൽ, അതുപോലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയുള്ള ടോപ്പിക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്ന കാര്യമാണ്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിലൊരു 10 അതിൽ പ്രാവശ്യമോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. മീഡിയം ലെവലിൽ വന്നത് സാധ്യതയില്ലായികയില്ല, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 5 അതിൽ കൂടുതലോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. അതേപോലെ 5 അതിൽ താഴെയാണെങ്കിൽ ലോ ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തതായിട്ട് ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് ആണ്. ഓരോ ബ്ലോക്കിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 4 നിന്നും, രണ്ടാമതായിട്ട് ബ്ലോക്ക് 1, മൂന്നാമതായിട്ട് ബ്ലോക്ക് 3, പിന്നെ 5, 2. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ബ്ലോക്ക് 4 നിന്നാണ്. പിന്നെ നമ്മൾ ബ്ലോക്ക് യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നതാണ് അതേപോലെ യെല്ലോ ഷെയ്ഡിലും കൊടുത്തിരിക്കുന്നത് തമ്മിലാണ് നമുക്ക് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമുക്ക് യൂണിറ്റ് 4, അതുപോലെ യൂണിറ്റ് 17, 16, 18, 19, 21 ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ളത് ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ് 21 പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ്, ഇക്കണോമിക് റീഫോംസ് ഇതൊക്കെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യൂണിറ്റ് 21, യൂണിറ്റ് 4, യൂണിറ്റ് 17 ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതൊക്കെ ഒരു 20-21 പ്രാവശ്യമൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. പിന്നെ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് എസ്സേസും ഷോർട്ട് എസ്സേസും ചോദിക്കുന്നുണ്ട്. 10 തൊട്ട് 20 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ 300 തൊട്ട് 450 വേർഡ്സ് വരെ എഴുതേണ്ടതാണ്. ഷോർട്ട് നോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 75 തൊട്ട് 110 വേർഡ്സ് വരെ എഴുതുക. കമ്പാരിസൺ നമുക്ക് വരാറുണ്ട്. അപ്പോൾ യൂഷ്വലി കമ്പാരിസൺസ് ഇൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും വർക്കിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തും ഷോർട്ട് ടൈമും ലോങ് ടൈമും ഫണ്ടിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. അങ്ങനെ കമ്പാരിറ്റീവ് 2 ടോപ്പിക്കിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് 10-20 മാർക്കിന് ചോദിക്കാറുണ്ട്. ഒരു 195 തൊട്ട് 286 വേർഡ്സ് വരുന്ന രീതിയിൽ ഏകദേശം ഒരു 200 to 300 വേർഡ്സിൽ വരുന്ന രീതിയിൽ എഴുതുക. അതേപോലെ ഷോർട്ട് നോട്ട്സ് 10-20 മാർക്കിന് ചോദിക്കുന്ന അഗെയിൻ റിപ്പീറ്റിംഗ് ദ സെയിം ഒരു 200 to ഒരു 400 വേർഡ്സ് വരുന്ന രീതിയിൽ അത് എഴുതാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ്. ഇപ്പൊ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നേ ഉള്ളൂ. എസ് എ ടൈപ്പും ഷോർട്ട് നോട്ട്സും ഡിസ്റ്റിങ്വിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് പൊതുവെ ചോദിക്കുന്നത്. പിന്നെ നമ്മൾ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവൽ ബ്ലോക്ക് 1 നിന്നും ഒരു ആവറേജ് 33.7% മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ബ്ലോക്ക് 2 നിന്ന് 37.8, ബ്ലോക്ക് 3 നിന്നും 6.1 എന്ന് വെച്ച് ഏറ്റവും കുറവ് ചോദിക്കുന്നത് ബ്ലോക്ക് 3 നിന്നും, ബ്ലോക്ക് 4 നിന്നും 17, ബ്ലോക്ക് 5 നിന്നും 4.7 ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമുക്ക് ആവറേജ് ലെവലിൽ ചോദിച്ചു വരുന്നത്. ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ എസ് എ ടൈപ്പും ഷോർട്ട് നോട്ട്സും കമ്പാരിസണും ഷോർട്ട് നോട്ട്സും ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിച്ചു വരുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു ഇമേജ് നോക്കിയാൽ അറിയാം, ഒരേ ലെവലിൽ നമുക്ക് ചോദിച്ചു വരുന്നുണ്ട്. അതേപോലെ ഷോർട്ട് നോട്ട്സ് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പരീക്ഷയാണ്. പിന്നെ ഇപ്പൊ അടുത്ത ലെവൽ ഈ അടുത്തിടെയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. പിന്നെ പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ എസ് എക്കാണ് കൂടുതൽ, ഒരു 94 തൊട്ട് 79% വരെ എസ് എ ക്വസ്റ്റ്യൻസും ഇപ്പം റീസെന്റ് ആയിട്ട് കമ്പാരിസൺ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഷോർട്ട് നോട്ട്സ് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു 10% സ്ഥിരമായിട്ട് ചോദിച്ചു വന്ന ആ ലെവൽ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ ഒരു എക്സാമിന്റെ ടിപ്പ് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റോളം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് മനസ്സിലായാലും നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യനും ബേസ് ചെയ്ത് എന്തെല്ലാം പോയിന്റ്സ് ആണോ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് നമ്മൾ ആൻസർ ഗൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഹോൾ ടിക്കറ്റിനകത്തും ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും നിങ്ങൾ ഒന്നും തന്നെ എഴുതി വെക്കാൻ പാടില്ല. നിങ്ങൾ ബുക്ക്ലെറ്റിന്റെ സൈഡിൽ തന്നെ പെൻസിൽ കൊണ്ട് നിങ്ങൾക്ക് ആ പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും.
അടുത്ത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 10 റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വൈ ഈസ് ഫോറിൻ ക്യാപിറ്റൽ സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യൻ എക്കോണമി ഡെവലപ്മെന്റ്? കമ്പയർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് FIS, വിച്ച് വുഡ് യു പ്രിഫർ ആൻഡ് വൈ? ഇതൊരു 2 പ്രാവശ്യം ചോദിച്ചിട്ടാണ്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ലോ റിലേറ്റിംഗ് ടു ഫംഗ്ഷനിങ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് ദി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ with the reference to the Securities and Exchange Board of India Act 1992. 2 പ്രാവശ്യം. Discuss the interaction metrics of economics and non-economics environment. How does environment influence development of business and workers? Illustrate the example appearing 2 തവണ. അപ്പം എക്സാമ്പിൾസ് കോട്ട് ചെയ്ത് എഴുതാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇക്കണോമിക് പോളിസി? What are its different forms? Explain objective and instrument of fiscal policy. Why is so coordination between monetary and fiscal policy necessary? അത് നമുക്ക് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. Make a case for inviting foreign capital in India. Critically evaluate the measure adopted to attract foreign capital and indicate in the hurdles foreign investor faces. 2 പ്രാവശ്യം. Explain the concept of social responsibility of business. Describe its pros and cons of business in India. 1 പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. What is mean by monetary policy? Again repeating the 4th question. Describe various instruments of monetary policies in India. 1 പ്രാവശ്യം. How does industrial development pose a threat to the economy? What measures have been taken by the government to resolve these issues? Discuss. What do you mean by environment of business? Discuss the social culture variables which impact business environment. 1 പ്രാവശ്യം. 10ാമത്തെ, give argument for and against promoting small business in India. What policy measures make the environment conducive to the growth of small scale industry? 1 പ്രാവശ്യം. അപ്പൊ ഇതിൽ 1 തൊട്ട് 10 ക്വസ്റ്റ്യൻസ് വരെ വരുന്നു. അതിലൊരു 1 തൊട്ട് 5 പ്രാവശ്യം വരെ റിപ്പീറ്റ് ചെയ്തത് ഒരു മീഡിയം ലെവലിലും അതൊരു 6ൽ കൂടുതൽ പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ടും നോക്കിയിട്ട് ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമ്പൽസറി ആയിട്ടും പഠിച്ചു പോവേണ്ടതാണ്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. പിന്നെ ഫ്രീക്വൻസി ടേബിൾ ആണ്. ഫ്രീക്വൻസി ടേബിൾ നമ്മൾ അത്യാവശ്യം കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിൽ വാട്ട് ഈസ് ഫോറിൻ ക്യാപിറ്റൽ ഇമ്പോർട്ടൻസ്, കോർപ്പറേറ്റ് FDI നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൻ്റെ ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഇതിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ 10 ക്വസ്റ്റ്യൻസും അത് ഏത് ബ്ലോക്കിൽ ഏത് യൂണിറ്റിലാണെന്നും എത്ര പ്രാവശ്യം അത് അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നും അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആവറേജ് മാർക്ക് എത്രയാണെന്നും ഈ ഒരു ടേബിളിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. അടുത്ത ഈ ഒരു വിഷ്വൽ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ 81% ക്വസ്റ്റ്യൻസും അതറും, അതേപോലെ തന്നെ ബാക്കിയൊക്കെ ഉള്ളത് ആ കളർ ചേഞ്ച് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്ന 10 റിപ്പീറ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞല്ലോ, ആ 10 ക്വസ്റ്റ്യനും വന്നതാണ്. ഒരു 81% വേറെ ക്വസ്റ്റ്യൻസും പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒരു 81% പുതിയതാണെങ്കിൽ നമുക്ക് ആകെ ഒരു 19% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. പിന്നെ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ പറയുവാണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ വായിക്കും, ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കി ഓരോ ക്വസ്റ്റ്യനും അപ്പിയർ ചെയ്യുമ്പോൾ ഒരു ഇത്ര മിനിറ്റ് അതിനു വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അത് എന്താണ്, എങ്ങനെ എഴുതണം, ഏത് സ്ട്രക്ചേർഡ് ഫോമിലാണ്. ഇപ്പോൾ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ, കണ്ടന്റിനെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം കൺക്ലൂഷൻ, അതിന്റെ ആ ഒരു സ്ട്രക്ചറും പാറ്റേണും വ്യക്തമായി നമ്മൾ പ്രിപ്പയർ ചെയ്യുക.
പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്റ്റീവ് അനാലിസിസ് ആണ്. അപ്പൊ ഇനി വരാൻ സാധ്യതയുള്ള പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്ക് ഏത് ബ്ലോക്ക് ഏത് യൂണിറ്റ് എന്നാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ് അങ്ങേയറ്റം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 സോഷ്യോ കൾച്ചറൽ എൻവിറോൺമെന്റ്, ബ്ലോക്ക് 1 യൂണിറ്റ് 3 CSR, ബ്ലോക്ക് 1 യൂണിറ്റ് 4 പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ്, ബ്ലോക്ക് 2 യൂണിറ്റ് 5 റെഗുലേറ്ററി പോളിസി ആൻഡ് ഫ്രെയിംവർക്ക്, ബ്ലോക്ക് 2 യൂണിറ്റ് 6 കോർപ്പറേറ്റ് ലോ, ബ്ലോക്ക് 2 യൂണിറ്റ് 7 കോർപ്പറേറ്റ് ലോ പാർട്ട് 2, ബ്ലോക്ക് 2 യൂണിറ്റ് 8 ലേബർ ലെജിസ്ലേഷൻ, ബ്ലോക്ക് 3 യൂണിറ്റ് 9 ഫിനാൻഷ്യൽ മാർക്കറ്റ്, ബ്ലോക്ക് 3 യൂണിറ്റ് 10 ക്യാപിറ്റൽ മാർക്കറ്റ്, ബ്ലോക്ക് 3 യൂണിറ്റ് 11 റെഗുലേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, ബ്ലോക്ക് 3 യൂണിറ്റ് 12 ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ്, ബ്ലോക്ക് 4 യൂണിറ്റ് 13 സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി, ബ്ലോക്ക് 4 യൂണിറ്റ് 14 ഇക്കണോമിക് പ്ലാനിംഗ്, ബ്ലോക്ക് 4 യൂണിറ്റ് 15 ഇക്കണോമിക് പോളിസി ഒരു 80% നമുക്ക് വരുന്നതാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 16 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ബ്ലോക്ക് 4 യൂണിറ്റ് 17 ഇക്കണോമിക് റീഫോംസ്, ബ്ലോക്ക് 5 യൂണിറ്റ് 18 ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒരു 20%. അത് ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നില്ല നമ്മുടെ ഈ ഒരു PIQവില്. ബ്ലോക്ക് 5 യൂണിറ്റ് 19 ഗ്ലോബലൈസേഷൻ ആൻഡ് WTO 20%. ബ്ലോക്ക് 5 യൂണിറ്റ് 20 ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കൊളാബറേഷൻ, ബ്ലോക്ക് 5 യൂണിറ്റ് 21 ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ്. ഇത്രയാണ് നമ്മൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ ജസ്റ്റിഫിക്കേഷൻ ആണ്. നമുക്ക് ഓരോ തവണ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്ന 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 5ലും അത് ചോദിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ് ഇതേപോലെ 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിലെല്ലാം വന്നിട്ടുണ്ട്. കോർപ്പറേറ്റ് ലോ 5 ക്വസ്റ്റ്യൻസിൽ 3 പ്രാവശ്യം, ക്യാപിറ്റൽ മാർക്കറ്റ് 5 ക്വസ്റ്റ്യൻസ് എടുത്ത 4 പ്രാവശ്യം, ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് 2 പ്രാവശ്യം, സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി 5 ക്വസ്റ്റ്യൻസ് എടുത്താൽ 3 പ്രാവശ്യം, ഇക്കണോമിക് പ്ലാനിംഗ് 5 എടുത്താൽ 4 പ്രാവശ്യം, ഇക്കണോമിക് പോളിസീസ് 5 ക്വസ്റ്റ്യൻസ് എടുത്താൽ 4 പ്രാവശ്യം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് 5 ക്വസ്റ്റ്യൻസ് എടുത്താൽ 5 പ്രാവശ്യം, ഇക്കണോമിക് റീഫോംസ് 4 പ്രാവശ്യം, ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ് 5 പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രയോറിറ്റി ബേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഡയമെൻഷൻസും പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ്, ക്യാപിറ്റൽ മാർക്കറ്റിംഗ്, ഇക്കണോമിക് പ്ലാനിങ്, ഇക്കണോമിക് പോളിസി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഇക്കണോമിക് റിഫോംസ്, ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ് ഇതൊക്കെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. അതേപോലെ കോർപ്പറേറ്റ് ലോയും ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനും ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ആസ് കമ്പയർഡ് ടു തൊട്ട് മുമ്പ് പറഞ്ഞ പോർഷൻസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു 40 തൊട്ട് 69% വരെ സാധ്യതയുള്ളതാണ്. പിന്നെ യൂണിറ്റ് 2 3 ഒക്കെ പറയുന്ന സ്ട്രാറ്റജീസ്, സ്കിമ്മിങ്, സമ്മറൈസ് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ ഷോർട്ട് നോട്ട്സിലൊക്കെ പഠിച്ചിട്ട് പോവുക. പിന്നെ നമ്മൾ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇവിടെ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഈക്വൽ ആയിട്ട് മാറുക. ഇപ്പോഴും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. ഇവിടെ ഒരു ക്വസ്റ്റിനെ തന്നെ രണ്ട് ഇതിലായിട്ട് എയും ബിയും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് ക്യാരിങ് എത്രയാണ് നമ്മൾ പറയുന്നുണ്ട്. 10 മാർക്ക് വെച്ചിട്ടായിരിക്കും ക്യാരി ചെയ്യുന്നുണ്ടാവുക. 100 മാർക്കിന്റെ 3 മണിക്കൂർ ദൈർഘ്യമുള്ള NCO 04 ബിസിനസ് എൻവിറോൺമെന്റിന്റെ ലേൺ വൈസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൈ ഡു ഐഡന്റിക്കൽ pistol force produce unequal impact across the firms within the same industry? Substantiate with 2 contrasting firm context. അതേപോലെ തന്നെ ഔട്ട്ലൈൻ എ മാനേജീരിയൽ എൻവിറോൺമെന്റൽ സ്കാനിങ് ഔട്ട്ലൈൻ ഫോർ ഇന്ത്യൻ ഫേം ആൻഡ് ഷോ ഹൗ ഇൻസൈറ്റ് ഫ്ലോ ഇൻ എ സ്ട്രാറ്റജി. അത്യാവശ്യം നമുക്കൊരു ഡൗട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത്രയും ടഫായിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയില്ല. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഇത് പ്രിപ്പയർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ യൂണിവേഴ്സിറ്റി എക്സാംസ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത്ര ഒരു ടഫ് പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഏത് രീതിയിൽ വന്നാലും നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് ക്രിട്ടിക്കലി എക്സാമിൻ്റെ സെബി ഫ്രെയിംവർക്ക് ഫോർ ദ പ്രൈമറി ഇഷ്യൂസ് എലിജിബിലിറ്റി, ഡിസ്ക്ലോഷർ book building, price and brand, underwriting and allotment. Also access to instrument through which SEBI enhances shareholder and investor protection during after 5 issues. Third question, analyzing the Indian monetary and capital market since liberalization with reference to in-depth liquidity, integration and governance. How far do current features meet the requirement of developed market? Provide a reasoned argument. നാലാമത്തെ, ഇവാലുവേറ്റ് ദ റോൾ ഓഫ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻ preserving competition, examining its approach to anti-corrupt competitive agreement, abuse of dominance and combination merge. Illustrate with the suitable industrial examples and suggest remedies. അടുത്തത്, explain the support role of NSIC and MSME Development Institute.
In the strengthening small enterprises, discuss export promotion measures employed in the last decades and evaluate their effectiveness of MSME. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കീ WTO ഡിസിപ്ലിൻസ് that shade India's trading policy as one opportunity and one challenges of Indian business. അടുത്തത്, explain how intellectual property right influence global business innovations in incentives, diffusions, technology transfer and strategic alliance. ഏഴാമത്തത്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിന് കമ്പയർ ചെയ്ത് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും FDIയും FPIയും കോർപ്പറേറ്റ് ഗവർണൻസും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ട്രേഡ് ക്രിയേഷനും ട്രേഡ് ഡൈവേർഷനും. പിന്നെ ഷോർട്ട് നോട്ട്സ് ആണ്. BOP ഞാൻ പറഞ്ഞല്ലോ, BOP നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ്, വർക്ക് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, അതൊരു HR റിലേറ്റഡ് ടോപ്പിക്കാണ്. എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക്. ഇത്രയാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് എഴുതുക എന്നുള്ളതാണ്. കമ്പാരിസൺ ഒക്കെ എഴുതിയാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടുന്നതാണ്. അടുത്തത് 9ാമത്തെയാണ്, ഡിസ്കസ് ഹൗ ദ സ്ട്രാറ്റജിക്കൽ എൻവിറോൺമെന്റ് ഇൻഫോം എ ടെക്നോളജിക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആൻഡ് ഓൾസോ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ടെക്നോളജി ട്രാൻസ്ഫർ പ്രാക്ടീസ് ആൻഡ് ദെയർ സൂട്ടബിലിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. ഇത്രയും ക്വസ്റ്റ്യൻസിൽ നിന്നും ഏതെങ്കിലും 5 എഴുതുക. കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഈസിയാണ് അത് എഴുതാനായിട്ട്. പിന്നെ ഷോർട്ട് നോട്ട്സും നമുക്ക് എളുപ്പമാണ്, അധികം പേജസ് ഒന്നും പോകാതെ നമുക്ക് എഴുതാം. പിന്നെ നമ്മൾ നോക്കേണ്ട ബാക്കി 3 അത് നമുക്ക് സെലക്റ്റീവായിട്ട്. അപ്പോൾ WTOയും അതുപോലെ കോർപ്പറേറ്റ് ഗവർണൻസും സെബിയും ഇന്ത്യൻ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും ഒക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും നല്ല രീതിയിൽ അത് എഴുതാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ ഈ തന്നിരിക്കുന്ന PYQ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. മസ്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.